ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരുഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപദാൻ സഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യ ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ 15 മിനിറ്റ് നേരത്തെയാണ് ഇന്ന് ക്ലാസ്. കാരണം 8 മണിക്ക് നമുക്ക് നിർത്തണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ശ്രീമദ് ഭാഗവത്തിലെ ആദ്യത്തെ സ്കന്ധമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ഭാഗം 8 8ആണെന്ന് 8 9 ഭാഗം 9. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് ആത്മസംതൃപ്തി, അതായത് നമ്മൾ കണ്ടു വ്യാസഭഗവാൻ വേദത്തെ 4ആയിട്ട് തിരിച്ചു, ഉപനിഷത്തുകൾ രചിച്ചു, പുരാണങ്ങൾ രചിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ആത്മസംതൃപ്തി ലഭിക്കുന്നില്ലായിരുന്നു. അങ്ങനെ സരസ്വതി നദിയുടെ തീരത്ത് വിഷണനായിരിക്കുന്ന വ്യാസഭഗവാന്റെ അടുക്കൽ തന്റെ ഗുരുവായ ശ്രീ നാരദമുനി എത്തുകയാണ്. നാരദമുനിയെ കണ്ടിട്ട് അതിന് വളരെ സന്തോഷം തോന്നി. ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവിനെ കൊടുക്കേണ്ട പോലെയുള്ള സ്വീകരണമാണ് വ്യാസഭഗവാൻ നാരദമുനിക്ക് കൊടുത്തത്. അപ്പൊ തന്റെ ഗുരുവിനെ കണ്ട് വിഷണനായിരിക്കുന്ന വ്യാസദേവന് വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹം നാരദമുനി ആനയിച്ച് ഇരുത്തി ആസനം കൊടുത്ത് സ്വാഗതം ചെയ്തു. അങ്ങനെ 4ാമത്തെ അധ്യായം അവിടെ തീരുകയാണ്. ഇന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്ന 5ാമത്തെ അധ്യായമാണ്. 5ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. വ്യാസ ഉവാച അനിസ്ത്യേവ മേ സർവമിദം തയോക്തം തഥാപി നാത്മപരിതുഷ്യതേ മേ തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാം അഹേത്വാത്മഭവാത്മഭൂതം. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീല വ്യാസദേവൻ അരുളി ചെയ്തു. അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട് 4ാമത്തെ അധ്യായം തീരുമ്പോൾ നാരദമുനി വ്യാസനോട് ചോദിക്കൊണ്ട്, എന്തുകൊണ്ടാണ് നീ വിഷണ്ണായിരിക്കുന്നത്? ഇത്രയൊക്കെ നീ പുരാണങ്ങൾ രചിച്ചിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നിനക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്നില്ല? നിന്നെ കണ്ടിട്ട് നിനക്കൊരു സന്തോഷം തോന്നില്ലല്ലോ എന്ന് പറയുന്നു. അതായത് വിഷ്ണുവായിരിക്കുന്ന വ്യാസദേവനെ കണ്ട് നാരദമുനി പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. നാരദമുനി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ശേഷം വ്യാസദേവൻ ഇവിടെ മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. എന്താണ് പറയുന്നത്? ശ്രീ വ്യാസ ഉവാച. ശ്രീ വ്യാസൻ പറഞ്ഞു, താങ്കൾ എന്നെ സംബന്ധിച്ച് പ്രസ്താവിച്ചതൊക്കെയും പരിപൂർണ സത്യങ്ങളാണ്.
അങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പിന്നെ വേദത്തെ നാലായിട്ട് തിരിച്ചു, പുരാണങ്ങൾ രചിച്ചു, ഇതിഹാസങ്ങൾ രചിച്ചു, ഉപനിഷത്തുകൾ രചിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് മനഃശാന്തി ലഭിക്കുന്നില്ല. സ്വയംഭൂവായ, അതായത് ലൗകിക മാതാപിതാക്കളില്ലാത്ത ജീവാത്മാവിന്റെ, അത് ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്, സന്താനമാകിയാൽ അങ്ങേക്ക് അനന്തമായ ജ്ഞാനമുണ്ട്. ആർക്ക്? നാരദമുനിക്ക്. ആകയാൽ എന്റെ അസംതൃപ്തിക്ക് മൂലഹേതു എന്താണെന്ന് ഞാൻ താങ്കളോട് ആരായുന്നു. അതായത് നാരദമുനിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങ് ബ്രഹ്മാവിന്റെ ഡയറക്റ്റ് പുത്രനാണ്, മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് വന്നതല്ല, സ്വയംഭൂവാണ്. അതുകൊണ്ട് അങ്ങേക്ക് അതീന്ദ്രിയമായ അറിവുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്റെ ഗുരുവും കൂടിയാണ്. അങ്ങേക്ക് അറിയാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത്? അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നെ എന്തോ അലട്ടുന്നുണ്ട്. എന്റെ മനസ്സിനൊരു സംതൃപ്തി ലഭിക്കുന്നില്ല. എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു അപൂർണതയുണ്ട്. അതെന്താണെന്ന് അങ്ങ് തന്നെ കണ്ടുപിടിച്ച് പറയാം. എന്തുകൊണ്ടാണ് അങ്ങ് തന്നെ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന്, അങ്ങ് എന്റെ ഗുരുവാണ്. രണ്ട്, അങ്ങ് സ്വയംഭൂവാണ്. ഒരു മാതാവിന്റെ ഭൗതിക ലോകത്തിൽ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വന്നതല്ല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ വന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് അധീനനായിരിക്കും, മായയ്ക്ക് അധീനനായിരിക്കും. ഇത് രണ്ടുമല്ല, അങ്ങ് സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ നേരിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് അങ്ങക്ക് അതീന്ദ്രിയമായ അറിവുണ്ട്. അതീന്ദ്രിയമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഭൂതം, ഭാവി, വർത്തമാനത്തിനെ കുറിച്ച് അങ്ങക്ക് അറിയാം. അതുകൊണ്ട് എന്റെ ഉള്ളിൽ എന്താണെന്നത് അങ്ങ് പറഞ്ഞു തരിക. 7ാമത്തെ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. അങ്ങയുടെ സുശീലത, ആരുടെ? നാരദമുനിയുടെ. സൂര്യനെ പോലെ ത്രിലോകങ്ങളിൽ സർവ്വതും സഞ്ചരിക്കുകയും വായുവിനെ പോലെ സർവരുടെയും അന്തരംഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, പല ലീലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എവിടെ ഏത് സമയത്ത് എത്തിച്ചേരണോ നാരദമുനി അവിടെ എത്തിയിരിക്കും. ഏത് സമയത്ത് ഹിരണ്യകശുവിന്റെ ഭാര്യ കയാതുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ വന്നു, ഉടനെ നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവ മഹാരാജാവ് വനത്തില് തപസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കറക്റ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എവിടെ എപ്പോ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് നാരദമുനിക്ക് അറിയാം. കാരണം അങ്ങനെ അദ്ദേഹം ത്രിലോകജ്ഞാനിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് 3 ലോകങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. വൈകുണ്ഠങ്ങളിലും അദ്ദേഹത്തിന് ഏത് സമയത്തും പോകാൻ പറ്റുമായിരുന്നു. വായുവിനെ പോലെ സർവരുടെ അന്തരംഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്രകാരം സർവവ്യാപിയായ പരമാത്മാവിന്റെ അത്രത്തോളം നന്മയുള്ളവനാണ് അങ്ങ്. ആകയാൽ ശിക്ഷണപരമായ ധർമാനുശാസനങ്ങൾക്കും ശപഥങ്ങൾക്കും വിധേയമായി അതീരിന്ദ്രത്തിൽ അമർത്തനായിരുന്നിട്ട് കൂടി എന്നിൽ ഭവിച്ച ന്യൂനത ദയവായി കണ്ടെത്തി എനിക്ക് അരുളി ചെയ്താലും. ഇവിടെ നാരദമുനിയുടെ ക്വാളിഫിക്കേഷൻ ആണ് വ്യാസഭഗവാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് എന്റെ ഉള്ളിലുള്ള, അതായത് നമ്മൾ ഈ ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ദയവായി എന്റെ ഉള്ളിലുള്ള എന്താണ് നിങ്ങൾ പറയുന്നത് വട്ടാന്ന് പറയും. ഒരാളുടെ ഉള്ളിലുള്ളത് അങ്ങനെ വേറൊരാൾക്ക് പറയാൻ പറ്റുന്നത്? ഇവിടെ ആ ഒരു സംശയം ശ്രോതാക്കൾക്ക് വരാൻ പാടില്ല, ഭാഗവതം വായിക്കുന്നവർക്ക് വരാൻ പാടില്ല. ഇതെന്ത് ചോദ്യമാണ് വ്യാസഭഗവാൻ നാരദമുനിയോട് ചോദിക്കുന്നത്? കാരണം ഒരാളുടെ ഹൃദയത്തിലുള്ള കാര്യം, മനസ്സിലുള്ള കാര്യം എങ്ങനെയാണ് വേറൊരാൾക്ക് അറിയാൻ പറ്റുന്നത്? വ്യാസഭഗവാൻ പറഞ്ഞത് നാരദമുനിക്ക് അറിയാൻ പറ്റും. അതിന്റെ കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എല്ലാം അറിയുന്ന ആളാണെങ്കിൽ മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയം വായിക്കാൻ കഴിവുള്ള ആൾ കൂടിയാണ്. ഇപ്രകാരം വ്യാസൻ വളരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും തന്റെ മാനസികമായ അസംതൃപ്തിക്ക് കാരണം എന്താണെന്ന് നാരദമുനിയോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇതെന്താ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയത്ത് നമ്മുടെ ഇത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ. അത് ആധ്യാത്മികമാകാം, ഭൗതികമാകാം. നമ്മൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ അന്വേഷിക്കും. വേറൊരാളോട് നമ്മളത് ഷെയർ ചെയ്യത്തില്ല. ഷെയർ ചെയ്താൽ ആ ആൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന ഭയമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ ക്ലോസ് ആയിട്ട് ഒരു ഡിവോട്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഭൗതികമായതും ആത്മീയമായതും സംഘർഷം ജീവിതത്തിൽ വരുമ്പോൾ അത് ഷെയർ ചെയ്ത് അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഗുരു ആകണം നിർബന്ധമില്ല. നമ്മളെക്കാൾ ജൂനിയർ ആകാം, നമ്മളുടെ കൂടെയുള്ളവരാകാം, നമ്മളെക്കാൾ മുതിർന്നവരാകാം, ആധ്യാത്മികമായി മുതിർന്നവരാകാം. പക്ഷെ ഒരാൾ ഉണ്ടായിരിക്കണം. കാരണം ഈ സംഘർഷമുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായി പോകാൻ വഴിയുണ്ട്. ചിലപ്പോൾ ശരിയായ ഒരു നിർണയത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട്. കാരണം മനസ്സിൽ സംഘർഷമാണുള്ളത്. പ്രത്യേകിച്ച് മായ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാം. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ നിർണയം എടുക്കുമ്പോഴും ആ നിർണയം ശരിയായ രീതിയിലാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ള ഒരാള് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
അങ്ങനെ ഒരാള് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വ്യാസഭഗവാനെ കുറിച്ച് പോലെയുള്ള ഒരു വ്യക്തി, ഭഗവാന്റെ അംശാവതാരമാണ് അല്ലെങ്കിൽ സത്യാഗ്രഹ അവതാരമാണ് വ്യാസഭഗവാൻ. ആ വ്യാസഭഗവാന് മനസ്സിൽ സംഘർഷം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയിരുന്നു. നമ്മള് നാലാമത്തെ സ്കന്ധത്തിൽ വായിച്ചത് അദ്ദേഹത്തിന് മനസ്സിൽ സംശയം തോന്നി. ഒരു പക്ഷേ ഞാൻ ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ച് ശരിയായ രീതിയിൽ വിസ്തരിക്കാത്തത് കൊണ്ടാണോ എൻ്റെ മനസ്സിൽ ഒരു അസംതൃപ്തി ഉണ്ടാകുന്നത് അദ്ദേഹം തോന്നി. പക്ഷേ തന്റെ ഗുരുവിനോട് അത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാണ്, കൺഫേം ചെയ്യാണ്, ഐ ആം റൈറ്റ് ഓർ നോട്ട്, ഞാൻ ശരിയാണോ തെറ്റാണോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് സംഭവിക്കില്ല. ഒരു പക്ഷെ അങ്ങനെയാണ് നിശ്ചയിച്ച് അദ്ദേഹം ചെയ്തു, അത് തെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റാത്ത തെറ്റാവും. ഒന്ന് ആലോചിക്കുക, യുധിഷ്ഠിര മഹാരാജത്തിനെ പറ്റിയ തെറ്റെന്തായിരുന്നു ചൂതുകളിയിൽ? എന്തുകൊണ്ടാണ് ഇത്രയും ധർമ്മിഷ്ഠനായ വ്യക്തിക്ക് വനവാസം നേടേണ്ടി വന്നത്? ഏത് സമയത്ത് ദുര്യോധനൻ ശകുനിയല്ല, ദുര്യോധനാണ് യുധിഷ്ഠിരൻ ചലഞ്ച് ചെയ്തത്. ഈ ക്ഷത്രിയരെ യുദ്ധത്തിനോ ഈ ചൂതക്രീഡയ്ക്കോ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരുന്നു കഴിഞ്ഞാൽ പരാജയം സമ്മതിക്കേണ്ടി വരും. അവരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചാൽ പോയേ പറ്റൂ. ഈ ചതുരംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റൂ. അപ്പൊ ദുര്യോധനൻ വെല്ലുവിളിച്ചു, കളിക്കാൻ ചെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ അമ്മാവൻ കളിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ബാക്കിയുള്ള പാണ്ഡവരോടോ അല്ലെങ്കിൽ ഭഗവാനോടോ ആലോചിക്കണമായിരുന്നു. ആം ഐ റൈറ്റ്? അല്ലെങ്കിൽ പറയണമായിരുന്നു നിനക്ക് വേണ്ടി ശകുനി കളിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടി കൃഷ്ണൻ കളിക്കുമെന്ന്. ഓക്കെ, ഇത് ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ ഇഷ്ടമാണ്, വേറൊരു വശം. പക്ഷെ ഭഗവാനും ശകുനിയും കൂടെ ചൂത് കളിച്ചേർന്ന് ആര് ജയിക്കുമായിരുന്നു? പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അത് ഭൗതികമായ തീരുമാനമായിക്കോട്ടെ ആധ്യാത്മിക തീരുമാനമായിക്കോട്ടെ, നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ വ്യാസദേവന്റെ അതായത് ഗുരുതുല്യം ഒരാൾ നമുക്ക് വേണം. ഇവിടെ വ്യാസദേവന്റെ രോഗത്തിന്റെ കാരണം നാരദമുനി കണ്ടുപിടിക്കുകയാണ്. അതായത് കഴിഞ്ഞ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു, വ്യാസദേവൻ പറയുന്നുണ്ട് എപ്രകാരം ഒരു വൈദ്യൻ ഒരു രോഗിയുടെ രോഗം കണ്ടുപിടിക്കുന്നു, അതേപോലെ അങ്ങ് എൻ്റെ ഉള്ളിലുള്ള ദുഃഖത്തിന്റെ ഹേതു എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഇവിടെ നാരദമുനി വ്യാസഭഗവാന്റെ ഉള്ളിലുള്ള ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നാരദമുനി ഇവിടെ പറയാൻ തുടങ്ങിയാണ്. ശ്രീ നാരദ ഉവാച, 8-ാമത്തെ ശ്ലോകം, നമ്മൾ 5-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. 8-ാമത്തെ ശ്ലോകം, ശ്രീ നാരദ ഉവാച ഭവത അനുദിത പ്രായം യശോ ഭാഗവതോ അമലം യേന ഏവ അസൗ ന തുഷ്യേത മന്യേത ദർശനം ഖിലം. ശ്രീ നാരദൻ അരുളി ചെയ്തു, യഥാർത്ഥത്തിൽ പരമദിവ്യോത്ത പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജഗംഭീരവുമായ മഹാത്മ്യങ്ങളെ താങ്കൾ യഥാർത്ഥമായി സവിസ്താരമായി വർണ്ണിച്ചില്ല. ആകയാൽ ഭഗവാന്റെ അതീന്ദ്ര ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാതെ ആ ദർശനം മൂല്യരഹിതമായി ഗണിക്കപ്പെടുന്നു. അതായത് ഇവിടെ നാരദമുനി പറയുന്നത്, നീ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും പരമപുരുഷൻ ശ്രീ ഭഗവാന് വേണ്ട വിധത്തിൽ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല, പ്രകീർത്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഗ്രന്ഥം വായിക്കുന്നതായിട്ട് രചിക്കുന്നതായിട്ട് എന്തായാലും അത് ഭഗവാന് സംതൃപ്തി ഉണ്ടായില്ലെങ്കിൽ അത് വെറും എന്താ പറയുക, അതിന് ശ്രമയേവഹി കേവലം. 1-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകത്തില് 2-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ധർമ്മസ്വ അനുഷ്ഠിത പുംസാം വിഷ്കസേന കഥാസുയേ ന ഉത്പാദ യതി രതിം ശ്രമ ഏവഹി കേവലം. പരമദിവ്യോത്ത പുരുഷന്റെ സന്ദേശങ്ങളെ കുറിച്ചുള്ള ഉചിതമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കാത്തതാണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ധർമാനുസൃതമായ കർമ്മങ്ങളെങ്കിൽ അവയൊക്കെ വേറും ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാവുന്നു. എന്താ പറഞ്ഞത്? അതായത് നമ്മൾ എന്ത് കർത്തവ്യം ധർമ്മം ചെയ്യുമ്പോഴും ശരി, അത് ഭഗവാന്റെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ശ്രമ ഏവഹി കേവലം അത് പാഴ് ശ്രമമാണ്. നമ്മുടെ നാട്ടിലുകാർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ശ്ലോകമാണിത്. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പല ആചാരാനുഷ്ഠാനങ്ങളും നാട്ടിൽ നടത്താറുണ്ട്. ആചാരങ്ങൾ, വെറും ആചാരങ്ങൾ. ഇന്ന് എൻ്റെ ഒരു കസിന്റെ, ഇന്നല്ല 2 ദിവസം മുമ്പ് എൻ്റെ കസിന്റെ എനിക്കൊരു ഫോൺ വന്നായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, കാഞ്ഞൂർ ദേവീക്ഷേത്രം എന്ന് പറയും. അവിടുത്തെ കോലവും ഉണ്ടായിരുന്നു. അപ്പൊ അവര് എത്രയോ പേരെ വിളിക്കുന്നുണ്ട്, ഒരു ദിവസത്തെ മൊത്തം പ്രോഗ്രാം ആണെന്ന് പറയും. ഒരുപാട് പൈസ എക്സ്പെൻസീവ് ഉള്ള ഒരു പരിപാടിയാണ് കോലം.
എന്തിനാണ് ഇത് ചെയ്യുന്നത് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചില്ല, ചോദിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നതുകൊണ്ട് ആധ്യാത്മിക പ്രയോജനമുണ്ട്, അത് വേറൊരു വശമാണ്. അത് എന്ത് ആധ്യാത്മിക പ്രയോജനം? അങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെയുള്ള ദേവീദേവതകളെ ആരാധിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് കൃഷ്ണഭക്തി കിട്ടും. അല്ലാതെ വേറെ ഒന്നുമല്ല. ബാക്കിയെല്ലാം ശ്രമ ഏവഹി കേവലം. ഇപ്പൊ എന്തെല്ലാം പിന്നെ നമ്മള് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കൃഷ്ണന്റെ നാമരൂപ ഗുണലീലകളെ വർണ്ണിക്കാത്തതാണെങ്കിൽ, കൃഷ്ണന് സംതൃപ്തി പകരാത്തതാണെങ്കിൽ, കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി അല്ലാത്തതാണെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അപ്പൊ അതുകൊണ്ട്, അതായത് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണന അപൂർണമായതിലാണ് നിനക്ക് മനസ്സിനും സന്തോഷവും സംതൃപ്തിയും ലഭിക്കാത്തത്. ഇവിടെ നാരദമുനി പറയുന്നത്, നീ വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചു, ഉപനിഷത്തുകൾ രചിച്ചു, ഇതിഹാസങ്ങൾ രചിച്ചു, പിന്നെ എന്താ പറയുന്ന പുരാണങ്ങൾ രചിച്ചു, പക്ഷെ അതിലൊന്നും ഭഗവാനെ കുറിച്ചുള്ള പരിപൂർണമായ വർണ്ണനയില്ല. ചിലതൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിന്റെ രചനയിൽ നീ കൂടുതൽ ഊന്നു കൊടുത്തതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം. 4 പുരുഷാർത്ഥങ്ങൾക്കാണ് നീ കൂടുതൽ ഊന്നുകൊണ്ട് കൊടുത്തത്. പുരുഷാർത്ഥം എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ധർമ്മത്തിലൂടെ അർത്ഥം, സമ്പത്ത് നേടുമ്പോൾ കാമം, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ പൂർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകട്ടെ, ഇതിലൊന്നും ഒരു സുഖമില്ല, സന്തോഷമില്ല. അപ്പൊ ആ വ്യക്തിയുടെ മനസ്സ് മോക്ഷത്തിലേക്ക് തിരിയണം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഫിലോസഫി കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ധർമ്മം, അർത്ഥം, കാമം, നമ്മളറിയാം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സമ്പന്നരായ ഈ ഭൗതിക ലോകത്തുള്ള സമ്പന്നരായ വ്യക്തികൾ നോക്കിയൊക്കെ ഇപ്പോഴും അവർ ആ സമ്പത്ത് അനുഭവിക്കാൻ അവർക്ക് ആധ്യാത്മിക ചിന്ത വരില്ല. സമ്പത്ത് കൂടിക്കഴിയുമ്പോൾ ആ സമ്പത്ത് കൊണ്ടുള്ള ഭൗതികമായ ആഗ്രഹങ്ങൾ എങ്ങനെയെല്ലാം എന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ നടപ്പാക്കാമെന്ന് മാത്രമായിരിക്കും ചിന്ത. അങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങൾ ഓരോന്നോരോ നടത്തുമ്പോഴും അവർക്ക് ആ പരിപൂർണമായ സംതൃപ്തി ലഭിക്കാതെ വരുമ്പോൾ കയ്യിൽ ധനമുണ്ട്, പുതിയ പുതിയ മേഖലകളിലേക്ക് തന്റെ സന്തോഷം നേടാൻ വേണ്ടി അവരുടെ മനസ്സ് പോകും. എൻ്റെ കയ്യിൽ പൈസയുണ്ട്, അപ്പൊ എനിക്ക് കറങ്ങാൻ പോകണം, കുറച്ചൊരു മനസ്സിന് ഉല്ലാസം വേണം, ഞാൻ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെങ്കിലും പോയി. അടുത്ത വർഷം വേറെ സിംലയിലോ ശ്രീനഗറിലോ പോകും, പൈസയുണ്ട്. അതിന്റെ അടുത്ത വർഷം സ്വിറ്റ്സർലൻഡിൽ പോകും. കാരണം എനിക്ക് സന്തോഷം വേണം, എനിക്ക് ആനന്ദം വേണം. അപ്പൊ ഭൗതികമായ ഐശ്വര്യങ്ങൾ ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തി ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് മുകേഷ് അംബാനിയോട് പറയാം, നാളെ മുതൽ 4 ജപിക്കുമോ, മുകേഷ് അംബാനി ജപിക്കുമോ? ഇല്ല. അവിടെ ധർമ്മം ഉണ്ടോ നമുക്കറിയില്ല, പറയാം. ധർമ്മവും അർത്ഥവും കാമവും ഉണ്ട്, മോക്ഷത്തിലോട്ട് പോയില്ല. അതുകൊണ്ടാണ് നാരദമുനി പറയുന്നത്, നീ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത 4 പുരുഷാർത്ഥങ്ങൾക്കാണ്. നമ്മൾ വേദം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന 4 പുരുഷാർത്ഥങ്ങൾക്കാണ്. ഉപനിഷത്തിലും അതിലാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പക്ഷെ ആൾക്കാർ ഊന്നൽ കൊടുക്കുന്നത് മോക്ഷത്തിനെ മാറ്റി നിർത്തിയത് ധർമ്മം, അർത്ഥം, കാമമാണ്. അതുകൊണ്ടാണ് നാരദമുനി പറയുന്നത്, നിന്റെ രചനയൊക്കെ ഓക്കെ, പക്ഷെ നീ അവിടെ ഊന്നൽ കൊടുത്തത് എന്തിനായിരുന്നു? നിന്റെ രചനകളിലെല്ലാം നീ ഊന്നൽ കൊടുത്ത ഈ 4 പുരുഷാർത്ഥങ്ങൾക്കാണ്. പക്ഷേ പരംപുരുഷത്വം ഭഗവാന്റെ നാമരൂപ ഗുണ ലീലയുടെ വർണ്ണന വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല. ചിലർക്ക് ടച്ച് ചെയ്തില്ല. ഇപ്പൊ നമുക്ക് മഹാഭാരതത്തിൽ എടുത്തു കഴിഞ്ഞാൽ, മഹാഭാരതവും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മഹാഭാരതത്തിലും കൃഷ്ണനെ കുറിച്ച് വർണ്ണനയുണ്ട്, ഭാഗവതത്തിലും കൃഷ്ണനെ കുറിച്ച് വർണ്ണനയുണ്ട്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പരിപൂർണമായ രീതിയിൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഭഗവാന്റെ വർണ്ണന ഭാഗവതത്തിലാണ്, മഹാഭാരതത്തിലില്ല. മഹാഭാരതം പാണ്ഡവരുടെയും കൗരവരുടെയും കുരുവംശത്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്, അതിൽ ഭഗവാനെ ഉൾപ്പെടുത്തിയതാണ്. ഭാഗവതത്തിൽ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനത് പാണ്ഡവരെ അല്ലെ കൗരവരെ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ ഭാഗവതം പരിപൂർണമായിട്ടും ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളുടെ വർണ്ണനയാണ്, അത് സമ്പൂർണമാണ്. പക്ഷെ മഹാഭാരതം ഭഗവാന്റെ വർണ്ണന സമ്പൂർണമായിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഭാസുദേവ് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ മറ്റ് അവതാരങ്ങളെ കുറിച്ചും പല പുരാണങ്ങളും വായിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും പരിപൂർണമല്ലിരുന്നില്ല. മാത്രമല്ല അതിലൊന്നും പ്രാധാന്യം ഭക്തിയോഗത്തിൽ കൊടുത്തിട്ടില്ല. അതിലൊക്കെ ജ്ഞാനയോഗവും കർമ്മയോഗമാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഭക്തിയോഗം എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഭാഗവതത്തിലാണ്. അപ്പൊ ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാല് നാരദമുനി വ്യാസഭഗവാന്റെ കൃതികളെ വിമർശിക്കുകയാണ്. ഇനി കുറെ ഹാർഷായിട്ടുള്ള ശ്ലോകങ്ങൾ വരുന്നുണ്ട്, വളരെ ഹാർഷായിട്ടുള്ള ശ്ലോകങ്ങൾ, ഹാർഷ ഭാഷ യൂസ് ചെയ്ത ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നാരദം ഗുരു ശിഷ്യന്റെ പ്രവൃത്തിയെ വിമർശിക്കാൻ അർഹനാണ്. ഗുരുവിന് മാത്രമാണ് ശിഷ്യനെ വിമർശിക്കാൻ സാധ്യതയുള്ളൂ.
നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കുട്ടിയെ ശിക്ഷിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കും ഗുരുവിനും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് കലിയുഗത്തിലെ ഗുരു സ്കൂളിലെ ടീച്ചർ ഒരു കുട്ടി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ ജയിലിൽ പോകും. അപ്പൊ ഗുരുവിന്റെ ഒരു അധികാര പരിധിയാണ് ഇത് വിമർശിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നാരദമുനി ഇവിടെ വ്യാസഭഗവാനെ വിമർശിക്കുന്നത്. ഇവിടെ നാരദമുനി രണ്ട് തരത്തിലുള്ള സാഹിത്യ രചനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം അദ്ദേഹം പറയുന്നത് ഭൗതിക വിശേഷണങ്ങൾ മാത്രമുള്ള സാഹിത്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മളൊരു ഗ്രന്ഥം വായിക്കാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ സെലക്റ്റീവ് ആകണമെന്നാണ് നാരദമുനി പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറയുന്നത്. 10 5ാമത്തെ അധ്യായത്തില് 10ാമത്തെ ശ്ലോകം. ഓക്കെ. നയൽവചിത്രപദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗരണീത കർഹിചിത് തദ്വാസം തീർത്ഥം ഉശന്തി മാനസ നയത്ര ഹംസ നിരമന്തി ഉശിക്ഷയാഹ. ഞാൻ ആദ്യം ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി വന്നോട്ടെ. സമ്പൂർണ്ണ പ്രപഞ്ച അന്തരീക്ഷത്തെയും ഏകാഗിയായി പരിശുദ്ധമാക്കാൻ കഴിവുള്ള പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകോശങ്ങളുടെ ഗ്രന്ഥങ്ങളെ ദിവ്യ വ്യക്തികൾ, അതായത് വലിയ വലിയ ആചാര്യന്മാർ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അത് നിമിത്തം അതീന്ദ്രധാമ നിവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടെ യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. നയർവച ചിത്രപദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗരണീത കർഹിച്ചിത്. അതായത് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ സമ്പൂർണ്ണ പ്രപഞ്ചങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. ശ്രീമദ് ഭാഗവതം തന്നെ എടുത്തു കഴിഞ്ഞാല് മുഴുവൻ സമ്പൂർണമായിട്ട് ഈ പ്രപഞ്ചത്തെ മൊത്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. അതായത് ഏത് സാഹിത്യമാണോ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്തത്, അതിന് ഭഗവാന്റെ ഭക്തർക്ക് അതിൽ നിന്ന് ഒരു ആനന്ദവും ലഭിക്കില്ല. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള സാഹിത്യങ്ങളെ ദിവ്യക്തികൾ ആരുടെയാണ്? കാക്കളുടെ തീർത്ഥാടന സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താ കാക്കളുടെ തീർത്ഥാടന സ്ഥലം? കാശിയും രാമേശ്വരവും അതൊന്നും അല്ലാതെ കാക്കകൾക്ക് വേണ്ടി വേറെ തീർത്ഥാടന സ്ഥലമുണ്ടോ? ആർക്കൊരു അറിയാമോ കാക്കകളുടെ തീർത്ഥാടന സ്ഥലം എവിടെയാണ്? എന്തുകൊണ്ട് ഇവിടെ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആർക്കൊരു അറിയാം? വേസ്റ്റ് ആണ്. ഓക്കെ, വളരെ നല്ലത്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ശനീശ്വരന്റെ നൂലാണോ പ്രഭു? ശനീശ്വരൻ ബന്ധപ്പെട്ട? ഞാൻ പറയാം. അതായത് എത്ര വലിയ പുണ്യസ്ഥലമായിക്കോട്ടെ, വൃന്ദാവനം ആയിക്കോട്ടെ, കാശി ആയിക്കോട്ടെ, രാമേശ്വരം, കാക്ക പോയാൽ എവിടെയായിരിക്കും ഇരിക്കുന്നത്? എവിടെ മാലിന്യം ഉണ്ടോ അവിടെ പോയിരിക്കും കാക്ക. പല പുഴുവിനെയോ എല്ലാം കിട്ടാൻ വേണ്ടി കാക്ക അവിടെ പോയിരിക്കും. പിന്നെ നാരദമുനിയോട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊരു ഗ്രന്ഥം ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ വിശേഷിപ്പിച്ചിട്ടില്ലയോ അതെല്ലാം വെറും ഒരു അഴുക്ക് കൂന പോലെയാണ്. അവിടെ ഭക്തർക്ക് ആവശ്യമില്ല. ഭക്തരോട് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു പിന്നെ പറയുന്നത് ഹണീബി, തേനീച്ച. അപ്പൊ ഒരു തീർത്ഥ സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് കാശി എടുത്തു, കാശി അല്ലെങ്കിൽ വാരാണസി അത് തന്നെ. അവിടെ പോയ ഒരു കാക്ക മാലിന്യം നോക്കും, പക്ഷെ ഒരു തേനീച്ച എവിടെ പോവും? പൂന്തോട്ടത്തിൽ പോവും, നല്ല പൂവിന്റെ തേൻ നുകരാൻ പോവും. അപ്പൊ ഭക്തരെന്ന് പറയുമ്പോൾ ഏതൊരു ഗ്രന്ഥം വായിക്കണമെങ്കിലും ഭക്തർ നോക്കുന്ന എന്തുവാണ്? അതായത് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണന ഉണ്ടോ എന്നാണ്. അങ്ങനെ വേണം നോക്കേണ്ടത്. അതാണ് ഭഗവാന്റെ ഗ്രന്ഥങ്ങളെ, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നത് 11ാമത്തെ ശ്ലോകത്തിലാണ്. തൽവാക വിസർഗ ജനത അഹവിപ്ലവ യസ്മിൻ ശ്ലോകം അബദ്ധവധ്യവേ നാമാന്യ അനന്തസ്യേഷോ അങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാഹ. വളരെ മനോഹരമായ ശ്ലോകം, ഒന്നുകൂടെ വായിക്കാൻ തോന്നുന്നു. ജൽവാക് വിസർഗ ജനതാഖ വിപ്ലവ യസ്മിൻ ശ്ലോകം അബദ്ധവതി വതി അപി നാമാനി അനന്തസ്യ യശ അങ്കിതാനി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാഹ. നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് ലൈൻ നോക്കാം. നമുക്ക് ആദ്യം തദ്വാക് വിസർഗ ജനത അഹ വിപ്ലവ. അതായത്
ഒരു ആധ്യാത്മിക ഗ്രന്ഥം നമ്മൾ ഭാഗവതം തന്നെ എടുക്കുക, അതിനകത്ത് യാതൊരുവിധ വ്യാകരണ തെറ്റോ അല്ലെങ്കിൽ അർത്ഥവ്യത്യാസമോ അല്ലെങ്കിൽ യാതൊന്നുമില്ല. പക്ഷെ ഒരു ഗ്രന്ഥം അത് ആധ്യാത്മികമാണ്, അതിന് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയാണെന്നിരിക്കട്ടെ, അതിൽ വ്യാകരണ പിശകുണ്ടെങ്കിലും ഈണമില്ലെങ്കിലും പ്രാസമില്ലെങ്കിലും താളമില്ലെങ്കിലും എന്തും ഇല്ലാതായിക്കോട്ടെ, എന്നാൽ അതിനകത്ത് ഭഗവാനെ കുറിച്ചോ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നാമാനി അനന്ത്യസ്യ യാശോ അങ്കിതാനിയൻ. അത് ഭഗവാന്റെ നാമരൂപ വർണ്ണങ്ങൾ ഉള്ളതാണെങ്കിൽ ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവാഹ. പരമഹംസരായ മഹാത്മാക്കൾ അത് കേൾക്കുന്നു, ഗായന്തി അവർ പാടുന്നു, അതിനെ ആസ്വദിക്കുകയും ചെയ്യും. അവരതിന്റെ പ്രാസം നോക്കത്തില്ല, അതിന്റെ ഈണം നോക്കത്തില്ല, അതിന്റെ വ്യാകരണം നോക്കത്തില്ല, യാതൊന്നും നോക്കത്തില്ല. ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഉണ്ടോ അത് മാത്രമേ നോക്കത്തുള്ളൂ. അതാണ് പറഞ്ഞത്, നാമാനി അനന്ത്യസ യശോ അതിതാനിയൻ ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവാഹ. അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അതിൽ എന്ത് പോരായ്മകൾ ഉണ്ടാക്കിയോട്ടെ, എന്ത് തെറ്റുകൾ ഉണ്ടാക്കിയോട്ടെ, തൽവാക് വിസർഗ ജനത അഖവിപ്ലവാഹ. വളരെ വളരെ വളരെയധികം മനോഹരമായ ഒരു വരിയാണ് വരുന്നത്. തൽ വാക് വിസർഗ ജനത അഖവിപ്ലവ. സാമാന്യ ജനങ്ങളിൽ അത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എത്രമാത്രം അതിന്റെ മനോഹാരിത, അതിലെ വർണ്ണനകള്, അതിലെ ഉള്ളടക്കങ്ങൾ ഭഗവാനെ സംബന്ധിക്കുന്നതാണോ അത്രമാത്രം അതിനെ ഭഗവാന്റെ ഭക്തർ ആസ്വദിക്കുന്നു. ഇപ്പൊ നാരദമുനി പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ എന്താണ് വാങ്ങേണ്ടത്, എന്താണ് വായിക്കേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, ഭഗവാന്റെ വർണ്ണനയുള്ള ഗ്രന്ഥങ്ങൾ മാത്രമേ നമ്മൾ വായിക്കാവുള്ളൂ. ഇത് ഗ്രന്ഥത്തിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ എന്ത് നമ്മൾ കേൾക്കുന്നു പറയുന്നു അത് ഭഗവാനെ കുറിച്ചുള്ളത് മാത്രമായിരിക്കണം. ഭഗവാനെ കുറിച്ച് അല്ലാത്തതാണെങ്കിൽ അത് നമ്മൾക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. ഇതാണ് നാരദമുനി വ്യാസഭഗവാനോട് പറഞ്ഞത്. അതായത് നീ രചിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ ആ രചിച്ചതിൽ അപൂർണതയുണ്ട്. അതുപോലെ തന്നെ 12ാമത്തെ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ, ഞാൻ ട്രാൻസ്ലേഷൻ മാത്രം വായിക്കാം. അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ ശൂന്യമാക്കപ്പെട്ട ആത്മസാത്കാര ജ്ഞാനം സർവഭൗതിക അഭിനിവേശങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടവയാണെങ്കിലും സാമൂഹികമായി നിർണയിക്കപ്പെടുന്നില്ല. പ്രകൃതിയാ തന്നെ ആരംഭം മുതൽ വേദനാജനവും കഠോരവും സ്വഭാവത്തിൽ ക്ഷണികവുമായ കർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി നിയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവയിൽ എന്ത് പ്രയോജനമാണുള്ളത്? ഇവിടെ ഭൗതികമായ എന്ത് കാര്യമാണെങ്കിലും ശരി, ആ വേദനാജനവും കഠോരവും സ്വഭാവത്തിൽ ക്ഷണികവുമായ കർമ്മങ്ങളെ, ബാക്കിയുള്ള ഭൗതിക കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിച്ചില്ലെങ്കിൽ എന്ത് കർമ്മമായാലും ശരി, എത്ര കഠോരമായ കർമ്മമായാലും ശരി, അത് വിജിച്ചെങ്കിൽ സർമ്മ ഏവഹി കേവലം. നാരദമുനി കണ്ടിന്യൂ ചെയ്യണം. അല്ലേ വ്യാസദേവ, അങ്ങയുടെ വീക്ഷണം തികച്ചും ശരിയാണ്. എന്താണ് നാരദമുനിയെ പറയുന്നത്? എന്താണ് അങ്ങയുടെ വീക്ഷണം ശരിയാണെന്ന് പറഞ്ഞാൽ? വ്യാസഭഗവാന് സംശയം തോന്നിയിരുന്നു, എന്റെ രചനയിൽ പരിപൂർണമായിട്ടും ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഞാൻ വർണ്ണിച്ചിട്ടില്ല, അങ്ങോട്ട് കുറ്റബോധം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അല്ലേ വ്യാസദേവ, അങ്ങയുടെ വീക്ഷണം തികച്ചും ശരിയാണ്. അങ്ങയുടെ സൽകീർത്തി കളങ്കരഹിതവും പരിപൂർണമാണ്. അതായത് വ്യാസഭഗവാൻ പറഞ്ഞത് സാധാരണ വ്യക്തിയല്ല, ഞാൻ പറഞ്ഞത് ഭഗവാന്റെ അംശാവതാരമാണ്. അദ്ദേഹം ഈ സൃഷ്ടിയിൽ മാത്രമല്ല മൊത്തം പ്രപഞ്ചത്തിൽ പ്രകീർത്തിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അദ്ദേഹം ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വേദത്തിനെ നാലായിട്ട് തിരിച്ചു, തൃപ്തിവരാജ ഉപനിഷത്തുകൾ രചിച്ചു, തൃപ്തിവരാജ പുരാണങ്ങൾ രചിച്ചു. അത് കളങ്കരഹിതമാണ്, യാതൊരുവിധ സ്വാർത്ഥവും അതിനകത്തില്ലായിരുന്നു. സത്യസന്ധതയിൽ നിഷ്ഠനുമാണെന്ന്. അനന്തരം അപ്രകാരം സർവ്വലൗകികമായ ഭൗതിക ബന്ധങ്ങളെയും സാമാന്യ ജനങ്ങളെ സ്വതന്ത്രമാക്കാനായി സമാധിയിലിരുന്ന് ഭഗവാന്റെ ലീല ധ്യാനിക്കാൻ അങ്ങേക്ക് കഴിയുന്നു. ഇവിടെ ഈ വ്യാസഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇത്രയൊക്കെ ഗുണങ്ങളുള്ള വ്യക്തിയായിട്ടും ഭഗവീക്ഷണത്തിൽ നിന്ന് അന്യമായി തങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയായാലും അവ വിശ്രമ സങ്കേതം ലഭിക്കാത്തൊരു വഞ്ചിയെ കാറ്റ് വിഷമിക്കുന്ന പോലെ മനസ്സിനെ വിശുദ്ധമാക്കാൻ വിവിധ രൂപത്തിലും നാമത്തിലും ഭാവത്തിലും പരിണാമത്തിലും പ്രതികരിക്കുന്നു. ഞാൻ സ്പീഡിൽ പറഞ്ഞ് പെട്ടെന്ന് തീർക്കണം. ഏറ്റവും ഭഗവത് വീക്ഷണത്തിൽ നിന്നും അന്യമായി താങ്കൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നവ എന്തൊക്കെയായാലും അവ വിശ്രമ സങ്കേതം ലഭിക്കാത്തൊരു വഞ്ചിയെ കാറ്റ് വിഷമിക്കുന്ന പോലെ മനസ്സിനെ വിശുദ്ധമാകാൻ വിവിധ രൂപത്തിലും നാമത്തിലും ഭാവത്തിലും പരിണാമത്തിലും പ്രതികരിക്കുന്നു. അതായത് ഭഗവാന്റെ വീക്ഷണകോണം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ വീക്ഷണം എന്തുവാണ്? ഭഗവാന്റെ ഒറ്റ വീക്ഷണമേ ഉള്ളൂ. അതെന്താണ്? ഈ ഭൗതിക ലോകത്തിലുള്ള ഓരോ ജീവാത്മാവിനെ എപ്രകാരം ആധ്യാത്മിക ലോകത്തിൽ എത്തിക്കാമെന്ന്.
വളരെ പിന്നെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൃഷ്ണന്റെ ഒരു ഒറ്റ മുഖം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇവിടെയും ഞാൻ ഗുരു മഹാരാജിന്റെ ഡിസൈപ്പിൾസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, 10-20 പേരേ ഉള്ളൂ. മാസത്തിൽ ഞങ്ങളൊന്ന് കൂടാറുണ്ട്. അവിടെ ഞാൻ പിന്നെ എന്തെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് കൃഷ്ണനെ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭാഗവത്തിൽ നിന്നറിയുന്നു, ആചാര്യന്മാരിൽ നിന്നറിയുന്നു, ശ്രീന ഭക്തന്മാരിൽ നിന്നറിയുന്നു. കുട്ടിക്കാലം മുതൽ നമ്മൾ കൃഷ്ണനെ കേട്ടുള്ള എന്താണ്? കൃഷ്ണൻ ഭക്ഷണം മുട്ടിച്ച കൃഷ്ണൻ നമുക്കറിയാം. ചിലർക്ക് യശോദമായി ഉരുളെ കെട്ടിയിട്ട കൃഷ്ണൻ അറിയാം. ചിലർക്ക് വൃന്ദാവനത്തിൽ കുറച്ച് ലീലകൾ. കുറെ അധികം നമ്മൾ കേൾക്കാൻ തുടങ്ങി ഇസ്കോണി വന്നതിന് ശേഷമാണ്. ഈ അറിയുന്നതും കേൾക്കുന്ന എന്താണ്? വൃന്ദാവനത്തിലെ ലീലകള്, കുരുക്ഷേത്രത്തിലെ കൃഷ്ണൻ, ഗീത കൊടുത്ത കൃഷ്ണൻ. ഈ കൃഷ്ണനെ അല്ലാതെ നമുക്ക് കൃഷ്ണനെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധ്യ പുരുഷൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കൃഷ്ണനോടുള്ള ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ, ഞാൻ ഭക്തൻ. ഐശ്വര്യഭാവത്തിലാണ് നമ്മൾ കൃഷ്ണനെ കാണുന്നത്. അവിടെ പ്രേമത്തിന് സ്ഥാനമില്ല. ഭക്തിയുണ്ട്, ആ ഭക്തി ഐശ്വര്യഭാവത്തിലാണ്. പക്ഷെ സാഖ്യഭാവത്തിലോ ശാന്തഭാവത്തിലോ ദാസ്യഭാവത്തിലോ വാത്സല്യഭാവത്തിലോ അല്ലെ മാധുര്യഭാവത്തിലോ നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റത്തുന്നുണ്ട്. ഈ ഒരു മുഖം മാത്രം കൃഷ്ണനെ അറിയത്തുള്ളൂ. എന്നാൽ കൃഷ്ണ ഒരു മുഖം കൂടിയുണ്ട്. ഓരോ ജീവാത്മാവിന് വേണ്ടി അനുദിനം കണ്ണുനീർ പൊഴിക്കുന്ന ഒരു കൃഷ്ണൻ. എങ്ങനെ ഈ ജീവാത്മാവിനെ എന്റെ സന്നിധാനത്ത് തിരികെ എത്തിക്കാൻ കഴിയും? വളരെ പണ്ട് ഞാൻ, അതായത് ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് ഭഗവാന്റെ സേവ ചെയ്യാം. നമ്മളാ ഇതിനകത്താണ് ബ്രഹ്മല്ലേ, ശതസഹസ്ര സേവ്യമാനം, ലക്ഷ്മി ശതസഹസ്ര സേവ്യമാനം. ആയിരക്കണക്കിന് 10,000 ലക്ഷ്മിമാര് അവിടെ ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അനന്ത കോടി മഞ്ചരികളുണ്ട് ഗോപികമാരെ സഹായിക്കാൻ. അനന്ത കോടി ഗോപികമാരുണ്ട്. പിന്നെ എന്തിനാണ് ഭഗവാൻ നമ്മളെ അവിടെ പ്രതീക്ഷിക്കുന്നത്? അല്ലെ നമ്മൾക്ക് വേണ്ടി ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്? ഗ്രന്ഥരൂപത്തിലായാലും ആചാര്യന്മാരുടെ രൂപത്തിലായാലും ഗുരുക്കന്മാരുടെ രൂപത്തിലായാലും അവതാര രൂപത്തിലായാലും അവസാനം സ്വയം കൃഷ്ണനായിട്ടും തൃപ്തി വരാഞ്ഞിട്ട് ചൈതന്യമോഹപ്പെട്ടും ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് എന്തിനാണ്? ഇതെന്റെ ഒരു ചോദ്യമാണ് നിങ്ങളോട്. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഇതിന് ഉത്തരം ഞാൻ വളരെ ക്ലാസ് തുടങ്ങിയ സമയത്തൊന്ന് പറഞ്ഞതാണ്. ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ, പ്രണാം പ്രഭു. ഭഗവാൻ നമ്മളുടെ അച്ഛനായതുകൊണ്ട് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അച്ഛൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതാണെന്ന് എനിക്ക് മനസ്സിലായത്. ശരിയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ മാതാജി പറഞ്ഞത് ശരിയാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മളുടെ ഒരു കുടുംബ ഫോട്ടോ, അച്ഛൻ, അമ്മ, മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ 4-5 പേരെ കുടുംബ ഫോട്ടോ. ഈ കുടുംബ ഫോട്ടോ എന്ന് ഒരാളിനെ മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ മാറ്റും? ഞാൻ ഈ ചോദ്യം ചോദിച്ചായിരുന്നു. വളരെ അതായത് നമ്മുടെ കോഴ്സ് ഈ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് എന്തോ ഒരു സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ആരെയും പറ്റത്തില്ല. കാര്യം എല്ലാം നമ്മുടെ അത് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഇത് നമ്മളുടെ കുടുംബ ഫോട്ടോ. നമ്മുടെ കൂട്ടത്തിൽ 4-5 പേരെ ഉണ്ട്. ഭഗവാന്റെ കുടുംബ കൂട്ടത്തിൽ മൊത്തം ജീവാത്മാക്കളുണ്ട്. മൊത്തം ജീവാത്മാക്കൾ. അതിൽ നിന്ന് നമ്മൾ കുറച്ചു പേരിഞ്ഞ് പോകുന്നത് ഭഗവാൻ സഹിക്കാൻ പറ്റില്ല. മാതാജി പറഞ്ഞ പോലെ നമ്മുടെ പരംപിതാവാണ് ഭഗവാൻ. അപ്പൊ നമ്മുടെ വിയോഗം ഭഗവാൻ സഹിക്കുന്നില്ല. ആ വിയോഗത്തിൽ ഭഗവാൻ നീറുകയാണ്. ആ കൃഷ്ണൻ നമ്മൾ മനസ്സുകൊണ്ട് കാണണം. എന്തിനാണ് ഭഗവാൻ ഇവിടെ വന്നത്? ഗോലോക വൃന്ദാവനത്തിൽ ഗോപികമാരുമായിട്ടും ഗോപന്മാരുമായിട്ടും ലീലകൾ നടത്തിയ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഈ കലിയുഗത്തിലെ പ്രാണികളുടെ തെറി, പച്ച മലയാളത്തിൽ പറഞ്ഞു, കേൾക്കുന്ന എന്തിനാണ്? എന്തൊക്കെയാണ് ഭഗവാൻ കേൾക്കാത്തത്? എന്തിനാണ് ഭഗവാൻ വന്നത്? അനുകമ്പ, കരുണ. ആ കൃഷ്ണൻ നമ്മൾ എപ്പോ വരെ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല, അപ്പോ വരെ നമുക്ക് ഭഗവാനോട് ആ ഒരു ഇഷ്ടം തോന്നില്ല. ബഹുമാനം കാണും, ഭക്തി കാണും, പ്രേമം വരില്ല. ഇത് നമുക്ക് കാണാം. ചില സിനിമകളുടെ കഥകൾ നമ്മൾ വായിച്ചു കാണാം. ഒരു പെണ്ണിന് ചെറുക്കനോടോ ചെറുക്കന് പെണ്ണോടോ ഇഷ്ടം തോന്നി.
എന്നാൽ മറിച്ച് തന്റെ പാർട്ട്ണർക്ക് തന്നെ ഇഷ്ടം തോന്നിയില്ല, ചില ഞരമ്പ് മുറിക്കും, സിനിമകളിലൊക്കെ കാണാം, വിഷം കുടിക്കും. അപ്പോൾ എന്താ ഈ ഓപ്പോസിറ്റ് സെക്ഷനുള്ള ആൾക്കാർക്ക് പിന്നെ പെണ്ണാ ചെയ്യുന്ന ചെറുക്കൻ അതിന് പെണ്ണ് ഒരു മമത തോന്നും. അയ്യോ, എനിക്ക് വേണ്ടി ഇവൻ ഇത്രയും സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു, എങ്ങനെ സ്നേഹിച്ചു കളയാമോ. അതേപോലെ ഭഗവാൻ അനുഭവിക്കുന്ന വേദന. നമ്മൾ വിരഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഗോപികമാരുടെ വിരഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്, യശോദമ്മയുടെ വിരഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്, നന്ദഗോപരുടെ വിരഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്, സഖാമാരുടെ വിരഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. കൃഷ്ണൻ അനുഭവിച്ച വേദന. കൃഷ്ണൻ തന്റെ ഹൃദയത്തിൽ കല്ലെടുത്ത് വെച്ചിട്ടാണ് വൃന്ദാവനത്തിൽ നിന്ന് പോയത്. നമ്മൾ ദ്വാരകയിൽ പോലും രാത്രി രാധേ രാധേ എന്ന് വിളിച്ചത് അവിടെ കിടന്നിട്ട് എന്തുകൊണ്ടാണ്? ഒരു നിമിഷം പോലും കൃഷ്ണ വൃന്ദാവനത്തെ മറന്നിരിക്കാൻ പറ്റില്ല. തന്റെ ഗോന്മാരെ സഹമാരെ മറന്നിരിക്കാൻ പറ്റില്ല. യശോദമ്മയോ നന്ദഗോപരെ മറന്നിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ മറക്കാതിരിക്കാൻ? ഇവരെല്ലാം ഭഗവാന്റെ ഭക്തരാണ്. വന്റെ ഭക്തരോട് അത്രമാത്രം സ്നേഹമാണ് ഭഗവാനുള്ളത്. അതിൽ നമ്മളുമുണ്ട്. നമുക്കിന്ന് ആ സ്നേഹം അനുഭവപ്പെടാത്തത് നമുക്ക് ഭഗവാനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഏത് നിമിഷം നമുക്ക് ഭഗവാനോട് സ്നേഹം തോന്നുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയും. അത്രയും സ്നേഹം നമ്മളോട് ഭഗവാൻ ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ എന്നെ നിങ്ങളെ ഒന്നും ഭഗവാൻ ഭക്തിയിൽ കൊണ്ടുവരത്തില്ലായിരുന്നു, ഗുരുക്കന്മാരെ തരില്ലായിരുന്നു, ശാസ്ത്രങ്ങളെ തരില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുമ്പോഴും കണ്ണുനീര് നമ്മളെക്കാൾ മുമ്പ് ഭഗവാനാണ് വരുന്നത്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും വേദനിപ്പിക്കുന്നത് നമ്മളെക്കാൾ 1000 ഇരട്ടി കൃഷ്ണയാണ്. ഹരിദാസ് ഠാക്കൂറിനെ 22 മാർക്ക് 22 മാർക്കറ്റിൽ കെട്ടിയിട്ട് അടിച്ച് തൊലി പൊട്ടിയപ്പം അദ്ദേഹം ചിരിച്ചോണ്ട് ഹരേ കൃഷ്ണ ചൊല്ലുമായിരുന്നു. പക്ഷെ ഓരോ അടിയും കൊണ്ടത് ചൈതന്യ മഹാപ്രഭു ആയിരുന്നു. പുറത്താ പാട് കാണിക്കുന്നില്ല പിന്നീട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടും അനുഭവിക്കുന്ന നമ്മളെക്കാൾ കൃഷ്ണനാണ്. ഒരു കൊച്ചു കുട്ടി മറിഞ്ഞു വീണ് മുട്ടുപൊറ്റിയ അച്ഛനമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന കുട്ടിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ 100 ഇരട്ടിയായിരിക്കും. അതേപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്ന വേദന. അപ്പൊ ചോദിക്കും പലരും, പിന്നെന്തിനാ കൃഷ്ണൻ ദുഃഖം തരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജഡ്ജി ഒരു കുറ്റവാളിയെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു, അല്ലെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അന്ന് വൈകിട്ട് ജഡ്ജി പോയിട്ട് പാർട്ടി നടത്തുമോ? അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല. ഒരുത്തരം ഞാൻ ജീവപര്യന്തം ശിക്ഷിച്ചു, ഇനി അവന്റെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരുത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിനി അവനെങ്ങനെ ജീവിക്കും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ആ ജഡ്ജി അന്ന് കിടക്കുന്നത്. ഉറക്കം വരില്ല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. പക്ഷെ നിവർത്തിയില്ല. അത്രമാത്രം വലിയ കൊടും പാപമല്ല, തെറ്റാണ് അവൻ ചെയ്തത്. അതേപോലെ നമ്മൾ അത്രമാത്രം വലിയ പാപങ്ങളും തെറ്റും ചെയ്ത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നന്നാകില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കൃഷ്ണനെ കുറിച്ച് നമ്മൾ എപ്പോൾ വരെ കേൾക്കുന്നില്ല, അപ്പോൾ വരെ നമ്മൾ വായിക്കുന്നില്ല, അപ്പോൾ വരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അപ്പോൾ വരെ നമ്മുടെ ഉള്ള പ്രേമഭക്തി വരില്ല. ഭക്തി വരും, ഭക്തി എല്ലാവർക്കും ഉണ്ട്. ഭക്തിയിൽ പ്രേമഭക്തി വരണം. എങ്കിൽ മാത്രമേ ഒരു നിമിഷം ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മളുടെ കണ്ണിൽ നിന്ന് തിരിച്ച് കൃഷ്ണന് വേണ്ടി പൊഴിയുകയുള്ളൂ. ഗംഗാപ്രവാഹം പോലെ കൃഷ്ണനിൽ നിന്നും കഴിഞ്ഞ ആ എക്സർസൈസിൽ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ നമ്മളുടെ ഓരോ ജന്മത്തിനെയും കുറിച്ച് ഓർച്ചിട്ട് കണ്ണീർ പൊഴിക്കുമെന്ന്. ഇത് സാങ്കല്പികമല്ല, അങ്ങനെയാണ്. ഭക്തൻ കരയുന്നത് ഭഗവാന്റെ മനോഹരമായ സ്വരൂപം കണ്ടിട്ട് പ്രായിച്ചിട്ട് കൊണ്ടാണ്. ഭഗവാനെ, അങ്ങയുടെ കണ്ണുകൾ ഇത്ര മനോഹരമാണ്, ഞാൻ എന്ത് പൊട്ടാണ് ഭൗതിക ലോകത്ത് ഞാൻ അങ്ങയുടെ കണ്ണിന് ഉപമിച്ച അംബുജാക്ഷൻ, താമര ഇതോളം ഉപേക്ഷിച്ചു. കാര്യം അതിനെക്കാട്ടും നല്ല ഒന്നും ഇല്ല ഇവിടെ ഉപമിക്കാൻ. അതിനെക്കാട്ടും എത്രയോ സുന്ദരമാണ് ഭഗവാന്റെ സൗന്ദര്യം, എത്രയോ സുന്ദരമാണ് ഭഗവാന്റെ മുടി, എത്രയോ സുന്ദരമാണ് അവന്റെ കണ്ണുകൾ, എത്രയോ സുന്ദരമാണ് അവന്റെ കവിളുകൾ, എത്രയോ മനോഹരമാണ് ഭഗവാന്റെ വേണുഗീതങ്ങൾ, എത്രയോ സുന്ദരമാണ് ഭഗവാന്റെ വചനങ്ങൾ. പക്ഷെ ഇവിടെ ഭൗതികത്തിൽ ഉപമിക്കാൻ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം ഇത്രയും വലിയ ഭഗവാനാണല്ലോ ഞാൻ കായലായിട്ടും കടലായിട്ടും കാർമേഘമായിട്ടും മരങ്ങളുമായിട്ടൊക്കെ ഉപയോഗിച്ചത്. പറഞ്ഞതിന്റെ അർത്ഥം, ഭഗവത് വീക്ഷണത്തിൽ നിന്നും അനന്യമായി താങ്കൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയായാലും അവ വിശ്രമ സങ്കേതം ലഭിക്കാത്തൊരു വഞ്ചിയെ കാറ്റ് വിഷമിക്കുന്നത് പോലെ മനസ്സിനെ പ്രശ്നത്തിലാകുന്ന വിവിധ രൂപത്തിലും നാമത്തിനും ഭാവത്തിനും പ്രണവത്തിനും പ്രതികരിക്കുന്നത്. അതായത് നാരദമുനി വ്യാസഭഗവാനോട് പറയുന്നത്, ഭഗവാന്റെ വീക്ഷണത്തിന് അന്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ വിശദീകരിച്ചാലും ശരി, അത് ഒരു വഞ്ചിയെ കാറ്റ് വിഷമിക്കുന്ന മനസ്സിനെ ദുർബലമാക്കും. കാരണം മനസ്സിന് ശാന്തി കിട്ടത്തില്ല. കൃഷ്ണതുഷ്ടി ജഗത്തുഷ്ടി.
എപ്പോ വരെ കൃഷ്ണന് പ്രസന്നത ഉണ്ടാകുന്നില്ല, ഈ ജഗത്തിന് തൃഷ്ടി ഉണ്ടാകില്ല, സന്തോഷം ലഭിക്കില്ല. അപ്പൊ ഇങ്ങനെ നാരദ മുനി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. അത് 15-ാമത്തെ ശ്ലോകമാണ്. 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ജോത്സിതന്തർമകൃതേ അനുശാസദഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാകൃതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനഃ. സാമാന്യ ജനങ്ങൾക്ക് ആനന്ദിക്കാനുള്ള പ്രവണത പ്രകൃതിയായുള്ളതാണ്. സാമാന്യ ജനങ്ങൾക്ക് ആനന്ദിക്കാനുള്ള പ്രവണത, ആനന്ദം നമുക്ക് വേണം. എന്തുകൊണ്ടാണ് ആനന്ദം വേണ്ടത്? കാരണം നമ്മുടെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ രൂപമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് എപ്പോഴും ആനന്ദം വേണം. ആത്മാവ് മനസ്സിനോട് പറയാം എനിക്ക് ആനന്ദം തരാൻ, മനസ്സ് ഇന്ദ്രിയങ്ങളോട് പറയാം ആനന്ദം നോക്കാൻ. ഭൗതിക ലോകത്ത് നമ്മൾ ഈ ഭൗതിക ആനന്ദം നോക്കാനുള്ള കാരണം അതാണ്. അങ്ങ് ആ പ്രവണതയെ മതത്തിന്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം എന്നല്ല. ഇത് ദണ്ഡാർഹനാർഹവും സർവ്വത അനിശ്ചിതവുമാകുന്നു. അങ്ങയുടെ നിർദ്ദേശങ്ങളാൽ അവർ നയിക്കപ്പെടുന്നവരാകിയാൽ അത്തരം പ്രവർത്തനങ്ങളെ അവർ മതത്തിന്റെ പേരിൽ അംഗീകരിക്കുകയും നിഷേധങ്ങളെ കഷ്ടിച്ച് പാലിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പൊ സമയമാവുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഗീതാ ക്ലാസ് ഇനി ഇതുണ്ടെന്ന് പറഞ്ഞ് മാതാജി പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ആർക്കും എന്തെങ്കിലും ചോദിക്കാറില്ലേ? ചോദിക്കാം. ഓക്കെ, ഇല്ല. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ലീവ് ചെയ്യാണ് പ്രഭു. ഹരേ കൃഷ്ണ. എന്ത് പറ്റി? അല്ല, അടുത്ത ഈ പറഞ്ഞ ഈ ഒരു ക്ലാസ് ഉണ്ട്. ഞാൻ പേടിച്ചു. 8 മണിക്ക്. ഞാൻ പേടിച്ചു. അയ്യോ, 8 മണി ആയതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ സോറി. ഇല്ല, ഞാൻ നിർത്തി. അതുകൊണ്ടാണ് ഞാൻ നിർത്തി. 2 മിനിറ്റ് നിർത്തി. അതുകൊണ്ടാണ് ക്ലാസ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. എല്ലാവരും പോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആരെങ്കിലും മാല ജപിക്കാൻ തുടങ്ങിയോ? ആരെങ്കിലും നേരത്തെ എണ്ണിക്കാൻ തുടങ്ങിയോ? ആരെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ചെയ്യാൻ തുടങ്ങിയോ?